ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. പിന്നെ എല്ലാവരും സ്കൂളൊക്കെ പൂട്ടി വിഷുവൊക്കെ ആഘോഷിച്ചൊക്കെ അടിപൊളിയായിട്ട് വീട്ടിലിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഈ വെക്കേഷൻ ആഘോഷിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും വെക്കേഷൻ ആകുമ്പോൾ അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക. വെക്കേഷൻ ടൈമിലാണ് എല്ലാവരും കൈയും കാലമൊക്കെ ഒടിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ കൂട്ടുകാരുടെ കൂടെ കളിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശയായിരുന്നു. അകത്ത് തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ചിട്ടുണ്ടാക്കി ഗോതമ്പ് ദോശ. പിന്നെ കുറച്ച് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി തണുപ്പ് മാറാൻ വെച്ചു. പിന്നെ ചാച്ചനും അമ്മയും കൂടെ രാവിലെ പുളി കണക്കുന്നതിൻ്റെ ഒരു ധൃതിയിലാണ്. കുറച്ച് പന്നപ്പുളി ഉണ്ടായിരുന്നു, അതൊക്കെ പറക്കി മാറ്റി. നല്ല പുളിയെല്ലാം അമ്മ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു. ഞങ്ങളുടെ സുന്ദരിമണി അമ്മയുടെ പുറകെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന കണ്ടുകൊണ്ട് അവൾ ജാട എടുത്ത് പോയി. പിന്നെ ഞാൻ അകത്ത് വന്നു കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞപ്പോൾ, അത് നമ്മുടെ വസ്തു തന്നെയാണ്, നമ്മുടെ കണ്ടം തന്നെയാണത്, വഴി ഊണൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതല്ല. അന്നേരം അകത്ത് വന്നപ്പോൾ അമ്മ പറഞ്ഞ് മാങ്ങ ചെത്തിപ്പുളി എന്തെങ്കിലും ചെയ്യും കുഞ്ഞേന്ന് പറഞ്ഞ്. അപ്പം പാർത്തമ്മോന് പറഞ്ഞ് അവന് മാങ്ങ ചെത്തിപ്പുളി അതിനകത്ത് ഉപ്പും മുളക് പൊടി ഇട്ട് പുരട്ടി അങ്ങനെ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി അങ്ങനെ കൊടുക്കാം, ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കുന്ന ഇയാൾക്ക് തരത്തില്ല, ഇയാൾക്കുള്ളത് ഇങ്ങനെ അങ്ങ് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ചുമ്മാതെ പറഞ്ഞതാട്ടോ. അവനും ജ്യൂസൊക്കെ കൊടുത്തു. അങ്ങനെ മാങ്ങ ചെത്തിപ്പുളി ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടി, നല്ലതുപോലെ പുരട്ടി. അധികം മുളക് പൊടി ഇട്ടില്ല, കുറച്ചേ ഇട്ടുള്ളൂ, എരി കൂടിയാലോ എന്ന് കരുതി. അപ്പോൾ അവന് കൊടുത്തു. അവൻ പറക്കി തിന്നുന്നു. നല്ല ടേസ്റ്റ് അമ്മ കഴിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മളിത് പണ്ടൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒരു കഷ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ഞാനും ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് നോക്കാം, വയറ് കേടാവത്തൊന്നുമില്ല, ഞങ്ങൾ ഗ്യാരൻറ്റി, ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞാനും അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറി വന്നിട്ട് ഞാൻ കരുതിയെങ്കിൽ ബാക്കിയുള്ളത് ജ്യൂസ് അടിക്കാം, ഞങ്ങൾക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് എടുത്തു. പഞ്ചസാരയും വെള്ളവും ഒന്നും ചേർത്തിട്ടില്ല, ആ മാങ്ങയുടെ പൾപ്പ് തന്നെയാണ്. നല്ല സൂപ്പറായിട്ടുള്ള ജ്യൂസ് കിട്ടി. നല്ല മധുരം ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കണക്ക് ഈ വലിയ ഗ്ലാസ് ഉണ്ടല്ലോ, വലിയ ഗ്ലാസിൻ്റെ ഞങ്ങൾക്ക് 4 പേർക്കും കുടിക്കാനുള്ളതുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി ഫസ്റ്റ് തന്നെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഇത് വാങ്ങിച്ച് കുടിച്ചിട്ട് പറഞ്ഞു സൂപ്പർ, നല്ല മധുരം ഉണ്ടല്ലോ, പഞ്ചസാരയൊക്കെ കലക്കുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പഞ്ചസാരയൊന്നും കലക്കിയതൊന്നുമില്ല, നല്ല നമ്മുടെ ആ മാങ്ങയുടെ പൾപ്പ് തന്നെ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് ചാച്ചന് കൊടുത്തു. ചാച്ചൻ രാവിലെ കൃഷിക്കകത്തുനിന്ന് പോയിട്ട് വന്നിരുന്ന് ദോശ കഴിക്കുകയായിരുന്നു. ദോശയെന്നോ ഇലയപ്പമെന്നോ, ആ ഇലയപ്പം മോഡലുള്ള ദോശ, അത് കഴിക്കുമായിരുന്നു. പിന്നെ അത് കഴിച്ചിട്ട് ചാച്ചനും കുടിച്ചിട്ട് പറഞ്ഞു കേട്ടോ സൂപ്പറെന്ന്. എല്ലാവരും ഇങ്ങനെ നമ്മളെന്തെങ്കിലും ഒരു ചമ്മന്തി പോലും ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പറെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ഒരു വലിയ സന്തോഷമല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ പാചകത്തിൻ്റെ ഒന്നും കാണിക്കുന്നില്ല, കാരണം എന്നും ചോറ് കറി മീൻ വറുത്തതൊക്കെ കാണിച്ച് നിങ്ങൾ ബോറടിക്കത്തില്ലേ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബോറാവണ്ടെന്ന് കരുതി ഇന്നത്തെ ചോറ് കറിയൊന്നും കാണിച്ചില്ല. പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു, വെളിയിലോട്ട് ഇറങ്ങിയപ്പം ഈ ഒരു ടൈമിൽ എൻ്റെ ക്യാമറാമാൻ പാർത്തമ്മനാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാലോ. അവൻ പല കാര്യങ്ങളും ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് അവൻ പിടിച്ചതെന്ന് പറഞ്ഞാൽ കാളയും കുതിരയും കയറി പോകുന്ന ആ ഒരു ഭാഗമാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വയലായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു അവിടെയൊക്കെ. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത്, കഴിഞ്ഞ വീഡിയോക്കകത്ത് കാണിച്ചല്ലോ, വെള്ളം ഇങ്ങനെ തെളിച്ചെടുക്കുന്നത്. ഞങ്ങളിങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് കുറേ അതിൻ്റെ യഥാർത്ഥ രീതി, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നല്ല വിശദീകരിച്ചാണ് ഞാൻ ആ വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അടിയിലിരിക്കുന്ന ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ടാണ് മേളിലിരിക്കുന്ന ബക്കറ്റ് വെള്ളം ഒഴിക്കാത്തത്. പിന്നെ കുറച്ച് വെള്ളം ഞങ്ങളിനി അടുക്കളയിലേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ കോരി മുകളിലിരിക്കുന്ന ബക്കറ്റിൽ ഒഴിച്ച് വെച്ചു കേട്ടോ. എങ്കിലല്ലേ താഴോട്ട് ഊർന്ന് വീഴത്തുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ അടച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലയോ പൊടിയോ കാര്യങ്ങളോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഉണ്ടായ മൾബറിയാണോ കറക്റ്റ് പേരെന്തോന്ന് അറിയത്തില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അറിയാവുന്നവർ. അപ്പം ഈ സാധനം ഇതിൻ്റെ തുമ്പത്തൊക്കെ നിറച്ചും ഇങ്ങനെ കായ്കളുണ്ടായതുകൊണ്ട് പിച്ചാൻ പറ്റത്തില്ല, ഒടിഞ്ഞു പോകും, കുഞ്ഞു മരമായതുകൊണ്ട്. എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ പിച്ചി, എല്ലാം നല്ല പഴുത്ത് നിൽക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല മധുരം, പഞ്ചസാര കലക്കിയതിനേക്കാളും മധുരം. ഒന്നോർത്ത് ഈ വന്ന കാലത്ത് നമുക്ക് കടയിലൊക്കെ ചെന്ന് മേടിക്കാൻ ഇത് അധികം കിട്ടത്തില്ല. ചെന്ന് മേടിക്കാൻ തന്നെ കിട്ടാൻ തന്നെ പൊരിഞ്ഞ വിലയായിരിക്കത്തില്ലേ. അപ്പം നമ്മുടെ മുറ്റത്തുണ്ടായത് അധികം അല്ലാത്ത വളങ്ങളൊന്നും അടിക്കാത്ത കിട്ടുമ്പോൾ നമ്മൾ കഴിക്കണ്ടേ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മുഖത്ത് ഫേസ് പാക്ക് ഇട്ടപ്പോൾ ചാച്ചൻ വന്ന് എന്നെ കളിയാക്കി. അപ്പോൾ ചാച്ചൻ്റെ മുഖത്ത് ഞാൻ ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ട് ചാച്ചൻ മലനട അമ്പലത്തിൻ്റെ അടുത്ത കടയിൽ പോയിട്ട് വന്നപ്പം ഏത്തയ്ക്കാപ്പവും പരിപ്പ് വടയും വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കട്ടനൊക്കെ ഇട്ടു. അവിടെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അമ്മ കൂടെ മേപ്പോട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ടി വിയിലോട്ട് നോക്കും, അവിടെ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്
അങ്ങനെ ഞങ്ങൾ മൂന്നല്ല ഞങ്ങൾ 4 പേരും കൂടി അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കട്ടനൊക്കെ കുടിച്ചു. ഏത്തയ്ക്കാപ്പമൊക്കെ കഴിച്ചു. ഇപ്പോൾ പാർത്ഥൻ മോന് കട്ടൻ പൊതുവേ ഇഷ്ടമല്ല. അപ്പം അവന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അമ്മ അങ്ങ് എടുത്തു, എനിക്ക് വേണ്ടെന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.